ഇന്ത്യയുടെ വിദേശനയ ചരിത്രത്തിൽ ശ്രദ്ധേയമായ മറ്റൊരു അധ്യായമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം മാറിക്കൊണ്ടിരിക്കുകയാണ്. 2014 രാജ്യത്തിന്റെ ഭരണ ചുമതല ഏറ്റെടുത്തതിനു ശേഷം പ്രധാനമന്ത്രി മോദി നടത്തുന്ന 100ാമത്തെ വിദേശ പര്യടനമെന്ന പ്രത്യേകതയും ഈ സന്ദർശനത്തിനുണ്ട്. ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്വാധീനവും നയതന്ത്ര ബന്ധങ്ങളും വ്യാപിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച അദ്ദേഹത്തിന്റെ വിദേശയാത്രകളുടെ ചരിത്രത്തിൽ ഈ നാഴികക്കല്ല് ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2014 മെയ് 26 ആദ്യമായി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത മോദി കഴിഞ്ഞ 12 വർഷത്തിനിടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 78 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. 2019ലും 2024ലും തുടർച്ചയായി ജനവിധി നേടി അധികാരത്തിലെത്തിയ അദ്ദേഹം ഇന്ത്യയുടെ സാമ്പത്തിക, തന്ത്രപ്രധാന, പ്രതിരോധ, സാങ്കേതിക, വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ വിവിധ രാജ്യങ്ങളുമായി അടുത്ത സഹകരണം വളർത്തിയെടുക്കാൻ വിദേശ സന്ദർശനങ്ങളെ ഫലപ്രദമായി ഉപയോഗിച്ചു. പ്രധാനമന്ത്രിയായുള്ള ആദ്യ ഭരണകാലത്ത് മോദി ആകെ 49 വിദേശ പര്യടനങ്ങൾ നടത്തി. 2014 ജൂണിൽ അയൽരാജ്യമായ ഭൂട്ടാൻ സന്ദർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആദ്യ ഔദ്യോഗിക വിദേശയാത്ര ആരംഭിച്ചത്. തുടർന്ന് അതേ വർഷം ബ്രസീലിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതടക്കമുള്ള നിരവധി സുപ്രധാന അന്താരാഷ്ട്ര വേദികളിൽ അദ്ദേഹം ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. അയൽ രാജ്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന നയവും ലോകശക്തികളുമായുള്ള സഹകരണവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു ആദ്യകാല വിദേശ നയത്തിന്റെ മുഖമുദ്ര. രണ്ടാം ഭരണകാലത്ത്, അതായത് 2019 മുതൽ 2024 വരെയുള്ള കാലയളവിൽ പ്രധാനമന്ത്രി 27 വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു. ഈ കാലയളവിലെ ആദ്യ പര്യടനം മാലദ്വീപ്, ശ്രീലങ്ക എന്നീ അയൽ രാജ്യങ്ങളിലേക്കായിരുന്നു. ഇന്ത്യയുടെ അയൽപക്കത്തിന് മുൻഗണന നയത്തിന് പ്രാധാന്യം നൽകിയ ഈ സന്ദർശനങ്ങൾ മേഖലയിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായകരമായി. 2024 മൂന്നാം തവണ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ശേഷം മോദിയുടെ ആദ്യ വിദേശ സന്ദർശനം ഇറ്റലിയിലേക്കായിരുന്നു. 2024 ജൂൺ 13 മുതൽ 14 വരെ നടന്ന ഈ സന്ദർശനത്തോടെ മൂന്നാം ഭരണകാലത്തെ വിദേശനയ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കമിട്ടു. അതിനുശേഷം വിവിധ ഭൂഖണ്ഡങ്ങളിലായി നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷം നിലവിലെ ഫ്രാൻസ് സ്ലോവാക്യ പര്യടനം ഉൾപ്പെടെ 24 വിദേശ സന്ദർശനങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ബഹുരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യഘട്ടമായി പ്രധാനമന്ത്രി ഫ്രാൻസിലെത്തി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോന്റെ ക്ഷണപ്രകാരം നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതാണ് സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. ലോകത്തിലെ പ്രധാന സാമ്പത്തിക ശക്തികൾ ഒരുമിക്കുന്ന ഈ വേദിയിൽ ആഗോള സാമ്പത്തിക വളർച്ച, കാലാവസ്ഥാ വ്യതിയാനം, ഊർജ്ജ സുരക്ഷ, കൃത്രിമ ബുദ്ധി, സാങ്കേതിക സഹകരണം, അന്താരാഷ്ട്ര സുരക്ഷാ വെല്ലുവിളികൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ഉച്ചകോടിക്കിടെ വിവിധ രാജ്യങ്ങളുടെ നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തുകയും വ്യാപാര, നിക്ഷേപ, പ്രതിരോധ, സാങ്കേതിക മേഖലകളിലെ സഹകരണം വിപുലീകരിക്കുന്നതിനുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ഫ്രാൻസ് സന്ദർശനത്തിന് പിന്നാലെ ജൂൺ 14 മുതൽ 16 വരെ പ്രധാനമന്ത്രി മോദി സ്ലോവാക്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തി. മധ്യ യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സന്ദർശനം സംഘടിപ്പിച്ചത്. വ്യാപാരം, വ്യവസായം, പ്രതിരോധ സഹകരണം, സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, നൂതന വ്യവസായ മേഖലകൾ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഈ സന്ദർശനം വഴിയൊരുക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള ബന്ധത്തിന് പുതിയ ദിശ നൽകുന്ന സന്ദർശനമായാണ് ഇതിനെ നയതന്ത്ര വൃത്തങ്ങൾ കാണുന്നത്. സ്ലോവാക്യ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി വീണ്ടും ഫ്രാൻസിലേക്ക് മടങ്ങി G7 ഉച്ചകോടിയിലെ തുടർ പരിപാടികളിൽ പങ്കെടുക്കും. ആഗോളതലത്തിൽ ഇന്ത്യയുടെ നിലപാടുകൾ അവതരിപ്പിക്കുന്നതിനും വികസിത രാജ്യങ്ങളുമായുള്ള സഹകരണം വിപുലീകരിക്കുന്നതിനും ഈ സന്ദർശനം നിർണായക അവസരമായി മാറുകയാണ്. ഈ വർഷം മെയ് മാസത്തിൽ നടത്തിയ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ വിദേശ പര്യടനത്തിൽ അറബ് എമിറേറ്റ്സ്, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ ഉൾപ്പെട്ടിരുന്നു. ഈ സന്ദർശനങ്ങളിലൂടെ ഇന്ത്യയുടെ സാമ്പത്തിക, വ്യാപാര, നിക്ഷേപ, ഹരിത, ഊർജ്ജ, പ്രതിരോധ മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. 100 വിദേശ സന്ദർശനങ്ങൾ പൂർത്തിയാക്കുന്ന ഈ ഘട്ടത്തിൽ ഇന്ത്യയെ ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും കൂടുതൽ സ്വാധീനമുള്ള ശക്തിയായി ഉയർത്തിക്കാട്ടാനുള്ള നയതന്ത്ര ശ്രമങ്ങളുടെ പ്രതീകമായാണ് പ്രധാനമന്ത്രി മോദിയുടെ വിദേശ പര്യടനങ്ങളെ വിലയിരുത്തുന്നത്. ലോകശക്തികളുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം വികസനോന്മുഖ രാജ്യങ്ങളുടെ ശബ്ദമായി ഇന്ത്യയെ ഉയർത്തിക്കാട്ടാനുള്ള ശ്രമങ്ങൾക്കും ഈ സന്ദർശനങ്ങൾ ശക്തമായ അടിത്തറ പാകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.